നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ബഹുമാന്യ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ അനുഗ്രഹീതമായ കർത്തൃദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിനെ ആത്മാവിനെ സത്യത്തിലും ആരാധിപ്പാൻ ദൈവം ഇന്ന് രാവിലെ നമ്മെ ബലപ്പെടുത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ധ്യാന ചിന്തകൾ ദൈവം നമുക്ക് ഇന്ന് പകരം നൽകി തന്നു. നല്ല ആത്മീയ ഗീതങ്ങൾ തന്നു. വളരെ സമാധാനത്തോടെ ശാന്തതയോടെ നാം ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. തുടർന്ന് നാം തുറക്കപ്പെട്ട തിരുവെഴുത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. എളിവനായി എനിക്കും ഇവിടെ ഈ യോഗങ്ങളിൽ സംബന്ധിപ്പാനും ദൈവജനത്തോടെ ഒരുമിച്ചുള്ള അനുഗ്രഹീതമായ കൂട്ടായ്മ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ വിലയേറിയ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സഭയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട എൽഡേഴ്സിനായി ഡീക്കൻസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരായ പ്രിയ സാമ്പ്രദനെയും ഗാലിയലോർഗീസ് ബ്രദറിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നൂറ്റാണ്ടിലധികമായി ഈ ദേശത്ത് അനുഗ്രഹീതമായ വേർപെട്ട സുവിശേഷ സാക്ഷ്യം പുലർത്തി മുന്നോട്ട് പോകുവാൻ സഭയെ ദൈവം അനുവദിക്കുന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇവിടെ അറിയിച്ച വചനം നമുക്കും അനേകർക്കും അത് പ്രയോജനകരമായി തീരുവാൻ തുടർന്നും നാം ആ പ്രാർത്ഥനയിൽ അത് ഓർക്കുക എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഞാൻ തണ്ണിത്തോട് സ്ഥലം സഭയുള്ള ബന്ധത്തിലാണ് ആയിരിക്കുന്നത്. ഒരു 10 വർഷമായി ഇപ്പോൾ ഇലന്തൂരിലാണ് താമസിക്കുന്നത്. തണ്ണിത്തോട് സഭയെയും ദൈവജനം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഞാൻ കുടുംബമായിട്ടാണ് ഇന്ന് കടന്നു വന്നത്. ഈ നിലയിൽ സഭ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. കേട്ട സാക്ഷ്യത്തിൻ്റെ മേലും ദൈവം തൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുത്തി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവവചന വിചിന്തനത്തിനായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ അതിനാധാരമായി നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഒരുപാട് ആത്മീക സത്യങ്ങളുടെ കലവറയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പുരുഷാരത്തെ കണ്ടാറെ കർത്താവ് മലമേൽ കയറി അവരോട് തിരുവായമൊഴിഞ്ഞ് അരുളി ചെയ്ത അനുഗ്രഹീതമായ സത്യങ്ങളാണ് നാം ഈ അധ്യായങ്ങളിൽ വായിക്കുന്നത്. അതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കണ്ടത്. നമ്മുടെ കർത്താവ് പറയുന്നു, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. മാത്രമല്ല വലിയൊരു ഭയനിർദ്ദേശം കൂടെ അവിടെ നൽകുകയാണ്. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കേവലം നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണിനെ കുറിച്ച് അതിന് സംരക്ഷണ ചെയ്യണം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരാശയമല്ല ഇവിടെ നമുക്ക് കർത്താവ് ഓർപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ കണ്ണിൻ്റെ കാര്യമാണ് ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ നമ്മൾ അതിന് വളരെ പരിചരണം നൽകാറുണ്ട്. കണ്ണിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ അത് സാരമില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കാറില്ല. കണ്ണ് ആശുപത്രിയിൽ പോയി കണ്ണ് ഡോക്ടറെ കാണിച്ച് അതിനാവശ്യമായ ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട്. കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്
വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് നിശ്ചയമായിട്ട് അറിയാവുന്ന വസ്തുതയാണ്. എന്നാൽ നമ്മുടെ ഈ പുറമേയുള്ള കണ്ണിന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുവോ, എത്രമാത്രം അതിന് സംരക്ഷണം നമ്മൾ കൊടുക്കുന്നുവോ, അതിനേക്കാൾ വളരെ വളരെ അധികം സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിലെ കണ്ണ് എന്ന് പറയുന്നത്. ആ കണ്ണ് ഇവിടെ വായിക്കുന്നത് അത് ഒന്നുകിൽ അത് ചൊവ്വുള്ള കണ്ണ് അല്ലെങ്കിൽ കേടുള്ള കണ്ണ് എന്നാണ് നമ്മുടെ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ആ കണ്ണ് കേടുള്ള കണ്ണാണെങ്കിൽ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം എല്ലാം ഒരു അന്ധകാര നിബിഡമായിരിക്കും. നമ്മളൊരു യാന്ത്രികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം വരും. കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനോടുള്ള ഭക്തിയും വേണ്ടത്ര ഇല്ലാതെ, വേണ്ടത്ര വിശുദ്ധ ജീവിതമില്ലാതെ, വേണ്ടത്ര വേർപാട് ജീവിതമില്ലാതെ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് അതിലൂടെ അർത്ഥമാക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, വേദപുസ്തക ചരിത്രത്തിൽ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മഹാരഥന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയുടെ കണ്ണ് മങ്ങിയിരുന്നു. അവന്റെ പുറമേയുള്ള കണ്ണ് മാത്രമല്ല, അവന്റെ ആന്തരികമായ കണ്ണും മങ്ങിയിരുന്നു എന്നുള്ളത് നാം ഏലിയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗൽ, അദ്ദേഹത്തിന്റെ കണ്ണ് മങ്ങിയതുകൊണ്ട് സംഭവിച്ച വലിയ ദുരന്തം നമുക്ക് ചരിത്രത്തിൽ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് യോശുവയുടെ കൂട്ടത്തിലുള്ള ആഖാന്റെ കണ്ണ് മങ്ങിയത് കൊണ്ട് ഉണ്ടായ ആ ദുരന്തം, ആ ടീമിന് മൊത്തത്തിലുണ്ടായ ആ ഭവിഷ്യത്ത് നാം അറിയുന്ന വസ്തുതയാണ്. അങ്ങനെ വേദപുസ്തക ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ആളുകളുടെ ഉള്ളിലെ കണ്ണിന്റെ കാഴ്ച മങ്ങിയതായി നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കേടുള്ള കണ്ണായതുകൊണ്ട് അവരും അവരോട് ചേർന്ന വലിയൊരു സമൂഹവും ഒരുപാട് വ്യഥകൾ അനുഭവിക്കേണ്ടി വന്ന ചരിത്രം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകല് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇവിടെ ഈ വാക്യത്തിലൂടെ ഓർക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്ന് നാം ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ 2027 നമ്മെ വിട്ട് കാല യവനിയക്കുള്ളിലേക്ക് മറയുകയാണ്. ഈ കഴിഞ്ഞുപോയ നാളുകൾ നമ്മുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, ഡിസംബർ 31 നമ്മൾ വന്നു സാക്ഷ്യം പറയുന്നു. നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടായിരുന്നു, എനിക്ക് വേണ്ടത്ര വണ്ണം കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ടായിരുന്നു, കർത്താവ് എനിക്ക് തന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഞാനത് വിനിയോഗിച്ചില്ല, അതുകൊണ്ട് കർത്താവെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഹോള് വിട്ട് പുറത്തുപോയി ദൈവം നമുക്ക് തരുന്ന 2025 അതുപോലെ തന്നെ ചെലവഴിക്കാമെന്ന് എന്ന് വിചാരിച്ചാൽ അത് അപകടകരമായ യാത്രയാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്നുള്ളത് നാം കൂലങ്കഷമായി വിചിന്തനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കണ്ണിനൊരു പ്രശ്നമായി നമ്മൾ കണ്ണ് ആശുപത്രിയിൽ പോയാൽ അവിടെ ചെന്ന് നമ്മുടെ ഫയലൊക്കെ എടുത്തിട്ട് നമ്മളെ ഓരോ റൂമുകളിലേക്ക് കൊണ്ടുപോകും. വലിയ ആശുപത്രികളിലൊക്കെ പോയാൽ പല റൂമുകളിൽ കൊണ്ടുപോയി അവിടെ ഓരോ റൂമിലും ഓരോ ടെസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്യമത്തിലാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് രാവിലെ വചനം തുറന്നു, ഫയല് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ റൂമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓരോ റൂമിലും ഓരോ പരിശോധനയാണ് നടത്തുന്നത്. ഈ പരിശോധനകൾ നടത്തുമ്പോൾ നമുക്ക് തന്നെ വിധി എഴുതാനായിട്ട് കഴിയും, എൻ്റെ ഉള്ളിലെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്നുള്ളത്. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ കണ്ണ് എങ്ങനെയുണ്ട്, ആ കണ്ണിന്റെ കാഴ്ച എങ്ങനെയുണ്ട്, അത് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്നറിയാനായിട്ട് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ റൂം, ആ ഒന്നാമത്തെ റൂമിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ ഒന്നാമത്തെ റൂമിൽ ഉള്ള പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ റൂമിലെ പരിശോധന എന്ന് പറയുന്നത്. അതിന്റെ ഈ 6-ാം അധ്യായം 1 മുതൽ ഏതാണ്ട് 18-ാം വാക്യം വരെ ഈ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്യങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ റൂമിലെ പരിശോധന.
അതിന് 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ അത് എന്റെ ദൈവം കാണേണ്ടതിനാണോ അതോ മനുഷ്യർ കാണേണ്ടതിനാണോ ചെയ്യുന്നത്? 1-ാം വാക്യം 2-ാം ഭാഗം, അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. ആ കാര്യം ഏതുമാകട്ടെ, സഭയിലെ ഏതെങ്കിലും ഒരു ശുശ്രൂഷയാകട്ടെ, ഒന്നുകിൽ ചിന്ത പറയുന്നതാകട്ടെ, പാട്ട് പാടുന്നതാകട്ടെ, എന്തെങ്കിലും നേതൃത്വത്തിൽ ഉൾപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ പരസ്യ സ്ഥലത്ത് നമ്മൾ ഒരു ട്രാക്ട് കൊടുക്കുന്നതാകട്ടെ, ഒരു ഭവന സന്ദർശനം നടത്തുന്നതാകട്ടെ, ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നതാകട്ടെ, അവിടെ സാക്ഷ്യം വഹിക്കുന്നതാകട്ടെ, ഏത് കാര്യമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭൗതികമായി ദൈവദാസന്മാർക്കോ ദൈവസഭയ്ക്കോ ഒക്കെ കൊടുക്കുന്നതാകട്ടെ, പാവങ്ങളെ സഹായിക്കുന്നതാകട്ടെ, ഏത് കാര്യമാണെങ്കിലും എന്റെ മനോഭാവം എന്താണ് എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. മനുഷ്യർ കാണേണ്ടതിനാണോ ഞാൻ ചെയ്യുന്നത് അതോ സ്വർഗസ്ഥനായ എന്റെ പിതാവ് കാണേണ്ടതിനാണോ ഞാൻ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ആ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് യാതൊരു സംശയമില്ലാതെ ഒരു കാര്യം അറിയാനായിട്ട് കഴിയും. എന്റെ ഉള്ളിലെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 5-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നാം പരസ്യമായി ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം രഹസ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ആ രഹസ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട്, അഥവാ കർത്താവ് മാത്രം ഇതറിഞ്ഞാൽ മതി എന്നുള്ള ആശയത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് ഓർക്കുകയാണ്. പല ഉദാഹരണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ ഭിക്ഷ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഭിക്ഷ കൊടുക്കുകയാണ്. നോക്കട്ടെ, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാന ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. നമുക്കറിയാം, പരീശന്മാരായ ആളുകൾ ഇടയ്ക്കുള്ള സമയങ്ങളിൽ കുറെ പണം കൊണ്ടുവന്ന് പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് ദരിദ്രരായ ആളുകൾക്ക്, ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവര് വലിയ കാഹളമൂതിക്കും, എല്ലാവരെയും പ്രസിദ്ധപ്പെടുത്തും. പക്ഷെ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ പാവങ്ങൾക്കൊരു സഹായം എന്നുള്ളതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത് ആളുകൾ കാണണം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നയാളാണ്, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മഹാമനസ്കനാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ അനുകമ്പയൊക്കെയുള്ള ആളാണ്, ഇതറിയണം. കാരണം അവര് ഭക്തി അവരുടെ ജീവിതത്തിൽ പുലർത്താൻ അവര് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പല സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങളാൽ അവർക്ക് പലപ്പോഴും കഴിയാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും അവർ ആത്മീകരാണ്, ഭക്തരാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ അവരെന്തൊക്കെ ചെയ്യണമെങ്കിലും ചെയ്യുന്ന ആളുകളാണ്, അവരാണ് പരീശന്മാർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് 4-ാം വാക്യം, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇത് അതുപോലെ പരീശന്മാരങ്ങനെ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ആർക്കെങ്കിലും ഭിക്ഷ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുമ്പോൾ അത് എന്റെ കർത്താവ് അറിയുക. പ്രിയപ്പെട്ടവരെ, സഹായിക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അലംഘനീയമായ പ്രമാണമാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് എന്റെ കർത്താവ് അറിയണം എന്നുള്ള ചിന്തയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ 2024 ഈ അനാഥർക്കൊരു സഹായം എന്നുള്ള നിലയിൽ എത്രമാത്രം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ വളരെയധികം ചെയ്യേണ്ടതാണ്. ആ ചെയ്ത സന്ദർഭങ്ങളിൽ നമ്മുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. 2-ാമത്തെ ഉദാഹരണം അവിടെ പറയുന്നത് അതിന്റെ 5-ാം വാക്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഏത് ആത്മീക ശുശ്രൂഷകളായാലും നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് കഴിയും? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനൊരു ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്റെ മനോഭാവം എന്താണ്? മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനാണോ ഞാനിത് ചെയ്യുന്നത്? ഞാനിതൊക്കെ ചെയ്യുന്നയാളാണ്, എനിക്കിതൊക്കെ അറിയാവുന്നയാളാണ്, അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതിനാണോ നാം ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പകൽ ഈ വസ്തുതകൾ പറയുമ്പോൾ എന്റെ ഹൃദയം
വളരെയധികം ചൂടേറിയ ഒരു അവസ്ഥയിലാണ് ഞാനിത് പറയുന്നത്. എന്റെ ഹാർട്ട് ബീറ്റ്സ് വളരെ കൂടി നിന്നാണ് പറയുന്നത്. എന്താ കാര്യമെന്നറിയാമോ? നമുക്കൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരു വലിയ പരാജയമാണിത്. ഞാൻ എത്ര ആത്മീയനാണെങ്കിലും എത്ര ഭക്തരാണെങ്കിലും നമുക്കൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു പരാജയമാണിത് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അതുകൊണ്ട് നിതാന്ത ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ വെറും കൈയോട് നിൽക്കേണ്ടി വരും. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി പോകും. അത് എത്രയോ സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ വരരുത് പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നാം ഏത് ശുശ്രൂഷകൾ ചെയ്താലും എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ള മനോഭാവത്തിൽ ചെയ്യുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചങ്ങ് പോകാം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെ എല്ലാം പ്രതിഫലമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇതിനെല്ലാം പ്രതിഫലമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും കർത്താവിന്റെ സന്നിധിയിൽ പ്രതിഫലമില്ലാത്തവരായി നിൽക്കാൻ ആവശ്യമില്ല. ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതകളാണ് ദൈവം നമ്മുടെ മുമ്പിൽ വിഭാവന ചെയ്തിരിക്കുന്നത്. ഞാനത് എത്രമാത്രം കരഗതമാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയൊരു പ്രാർത്ഥനയുടെ സന്ദർഭം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എന്താണെന്നറിയാമോ? അറയിൽ കിടന്ന് വാതിലടച്ച് കർത്താവുമായിട്ട് മാത്രമുള്ള ആ ബന്ധം. വേറെ ആരും അവിടെയില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, ഞാനും എന്റെ കർത്താവും മാത്രം. അങ്ങനെ ഒരു സന്ദർഭം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒരു മനോഹരമായ പാഠമായി നമുക്കത് കാണാനായിട്ട് കഴിയും. ഇനി 3-ാമത്തെ ഉദാഹരണം 16-ാം വാക്യത്തിൽ പറയുന്നു, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ഉപവസിക്കുന്നു, മുഖം വിരൂപമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഉപവസിച്ച് പട്ടിണി കിടന്ന് ഞാനിങ്ങനെ വളരെ ക്ഷീണിച്ചു പോയി എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉപവാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പുതിയ നിയമ ഉപദേശമല്ല. ഉപവാസം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ അത് ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു ഉപദേശമായി നമുക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. എന്ന് കണ്ടുകൊണ്ട് ഒരാൾക്ക് ഒരു പ്രത്യേക വിഷയത്തിന് മുമ്പിൽ ഒരു ദിവസം ആഹാരം കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. സഭയായിട്ടും ഒരു ദിവസം അങ്ങനെ ഒരു സന്ദർഭമൊക്കെ ഉണ്ടായാൽ വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അത് ഉപദേശമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിലൂടെ 1-ാമത്തെ റൂമിലെ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ വീക്ഷണം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത്ര ലളിതമായിട്ടാണല്ലോ ഞാനിത് അറിയിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അയ്യോ, എനിക്കിത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല. ഇനി വീട്ടിൽ പോയി വില്യം മക്ഡൊണാൾഡിന്റെ കമന്ററി എടുത്ത് കുറെ നേരം വായിച്ചു പഠിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഇത് ഏറെക്കുറെയൊക്കെ ഒന്ന് മനസ്സിലാക്കാം എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാം ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നിശ്ചയമായി ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്റെ മനോഭാവം എങ്ങനെയുള്ളതാ? 2024 നമ്മുടെ മനോഭാവങ്ങൾ തെറ്റായിരുന്നെങ്കിൽ അതിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് കേടുള്ള കണ്ണായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ കണ്ണിന്റെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം അലംഘനീയമായി നമ്മോട് ഓർപ്പിക്കുകയാണ്. ഇനി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ 2-ാമത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. 1-ാമത്തെ റൂമിലേക്ക് കണ്ടു നമ്മൾ നമ്മുടെ മനോഭാവങ്ങളാണ്. 2-ാമത്തെ റൂമിൽ അവിടുത്തെ പരിശോധന എന്ന് പറയുന്നത് ഞാൻ എവിടെ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ 18-ഉം 19-ഉം 20-ഉം വാക്യങ്ങളാണ് അതിനാധാരമായിട്ടുള്ളത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. അവിടെ നിക്ഷേപിക്കരുത് അഥവാ സ്വരൂപിക്കരുത് എന്ന് ആദ്യം പറയുന്നു. പിന്നെ 2-ാമത്തെ വാക്യത്തിൽ സ്വരൂപിച്ചു കൊള്ളുവീൻ എന്ന് പറയും. എവിടെയാണ് സ്വരൂപിക്കരുതാത്തത്? പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പിന്നെ എവിടെയാ സ്വരൂപിക്കേണ്ടത്? പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ.
പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണ് നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക എന്ന് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു 1000 രൂപ കിട്ടിയാൽ, എനിക്കൊരു 10,000 രൂപ കിട്ടിയാൽ, എനിക്ക് 1,00,000 രൂപ കിട്ടിയാൽ ഞാനത് ഏത് നിലയിലാണ് വിനിയോഗിക്കുന്നത്? അത് വിനിയോഗിക്കുവാൻ ഞാൻ ചെയ്യുന്ന പ്ലാൻ എന്താണ്? അതാണ് ഇവിടുത്തെ വിവക്ഷ എന്ന് പറയുന്നത്. എന്റെ മനോഭാവം എന്താണ്? ഞാൻ പഠിച്ച് എനിക്കൊരു നല്ല ജോലി കിട്ടി, അതിലൂടെ കിട്ടുന്ന ശമ്പളം ഞാനത് ഏത് നിലയിൽ വിനിയോഗിക്കാനാണ് എന്റെ ഉദ്ദേശം. ഞാൻ ബിസിനസ് ചെയ്യുന്നു, അതിലൂടെ കിട്ടുന്ന ലാഭം അത് ഏത് നിലയിൽ വിനിയോഗിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് കിട്ടുന്ന ശമ്പളം അത് ഏത് നിലയിൽ വിനിയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ എവിടെയാണ് നിക്ഷേപിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ പലപ്പോഴും നമ്മുടെ പ്രതിയോഗിയായ പിശാച് നമ്മളെ എങ്ങനെയെങ്കിലും നമുക്കൊരു പ്രതിഫലവും കിട്ടരുത് അങ്ങനെ ആഗ്രഹിക്കുന്ന പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. എടാ മണ്ട, അല്ലെ എടി മണ്ടി, നീ എന്തിനാണ് ഈ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത്? ആരെങ്കിലും അത് കാണുന്നുണ്ടോ? അവിടെ നിക്ഷേപിച്ചാൽ അതിന് പ്രതിഫലം കിട്ടുമെന്നുള്ളതിന് എന്താ തെളിവ്? നീ ഇവിടെ നിക്ഷേപിക്കുക. നിന്റെ ആവശ്യം നിനക്ക് ഒരുപാടുണ്ട്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ, ബാധ്യതകൾ നിന്റെ മുമ്പിലുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ നിക്ഷേപിക്കുക. പ്രിയപ്പെട്ടവരെ, അത് പൈശാചികന്റെ ആലോചനയാണ് എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. സ്വരൂപിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ സ്വരൂപിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ്. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എവിടെയാണ് നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് പറമ്പിൽ കുറെ കൃഷികൾ ലഭിച്ചാൽ അതിന്റെ ആ നന്മ എവിടെ നിക്ഷേപിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ എന്താണ് നമ്മുടെ മനോഭാവം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, ഇതൊക്കെ എവിടെ നിക്ഷേപിക്കുവാനാണ്, ഏതിനു വേണ്ടി ചെലവഴിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതകളാണ് ഇത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നാം എവിടെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നാം ഈ ലോകത്തിൽ നിക്ഷേപിച്ച് നമ്മൾ അനാഥരായി തീരരുത്, ഒന്നുമില്ലാത്തവരായി തീരരുത്. ഇവിടെ പറയുന്നു, പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറയുക അങ്ങനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞാൽ ആര് പറയും? ഒന്നീ കർത്താവ് പറയുന്നത് ശരി, അല്ലെ നമ്മൾ പറയുന്നത് ശരി? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് തന്നെയാണ് ശരി എന്നതിന് രണ്ട് സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ വലിയ കെട്ടുമായിട്ടൊക്കെ വരും. എന്താ ചില കെട്ടുകള് എന്താണ്? പൊന്നെ വെള്ളി വിലയേറിയ കല്ല്, മറ്റൊന്ന് മരമ്പുല്ല് വൈക്കോൽ. പറയുന്നത് ഈ തന്നെ അത് വെളിപ്പെടുത്തും എന്നുള്ളതാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഞാൻ ഈ ഭൂമിയിൽ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താ യാഥാർത്ഥ്യം എന്നറിയാമോ? എന്റെ ആശ്രയം ഞാൻ വേണ്ടത്ര നിലയിൽ കർത്താവിൽ വെക്കുന്നില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്റെ ആശ്രയം ഞാൻ വേണ്ടത്ര നിലയിൽ ദൈവത്തിൽ വെക്കുന്നില്ല. എന്റെ ആശ്രയം ഞാൻ ഭൗതികതയിൽ വെക്കുകയാണ്, എന്റെ സമ്പത്തിൽ വെക്കുകയാണ്. യെസ്, അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. രണ്ട് പക്ഷം അതിനില്ല പ്രിയപ്പെട്ടവരെ. നിശ്ചയമായും അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഞാൻ ഈ ഭൂമിയിൽ എന്റെ ആരോഗ്യം, എന്റെ കഴിവ്, എന്റെ ബുദ്ധി, എന്റെ ഭൗതികമായ കാര്യങ്ങൾ അത് ഭൂമിയിൽ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്റെ ഉള്ളിന്റെ ഉള്ളിലെ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ അതൊരു ആശ്രയമാണ്, ഇതുണ്ടെങ്കിൽ അതൊരു ബലമാണ് എന്നാണ് നാം ചിന്തിക്കുന്നത്. അതിന് വാസ്തവത്തില് ഈ ഭൂമിയെ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ആശയം ദ്രവ്യാഗ്രഹം എന്നുള്ളതാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് ലൂക്കോസ് 12:15. അവിടെ ലൂക്കോസ് 12:15 അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ എന്താ? സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുകയും. അവിടെ ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിച്ചു കൊള്ളുവീരെന്ന് പറഞ്ഞാൽ ആരുടെയും അന്യായമായി സമ്പാദിച്ചിട്ടില്ല, ഒന്നും അർഹതയില്ലാത്തതൊന്നും നേടിയിട്ടില്ല. പിന്നെന്താ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, അവിടെ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് കർത്താവ് നല്ലൊരു ഉദാഹരണം പറഞ്ഞു തന്ന് നമ്മെ മനസ്സിലാക്കിയിരിക്കുക. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ വിളവ് നന്നായിട്ട് വിളഞ്ഞു, കളപ്പുരകൾ പൊളിച്ചു കിടന്നു, ധാന്യങ്ങൾ അതിൽ നിരത്തി വെച്ചിരിക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ നോക്കി താൻ പറയുക, എന്താ പറയുന്നത്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളത്തേക്കുള്ള വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചുവല്ലോ. അതിനാണ് കർത്താവ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. നോക്കണം, ഇവൻ ആരുടെയും അന്യായം ചെയ്തതല്ല, ആരോടും ചതിച്ചെടുത്തതല്ല. പിന്നെന്താ? ഇവൻ ഉണ്ടാക്കിയ ആ ധാന്യങ്ങളാണ്,
ഇവൻ കഠിനാധ്വാനം ചെയ്ത് ഇവൻ വളരെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ വർഷത്തെ കൃഷി വളരെ നന്നായിട്ട് വിളഞ്ഞു, ഒരുപാട് ഫലമുണ്ടായി. അതിനകത്ത് ഈ മനുഷ്യൻ ചെയ്ത കുറ്റം എന്താണ്? അദ്ദേഹം യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആ വിളവിൽ അവൻ ആശ്രയം വെച്ചു എന്നുള്ളതാണ്. അവൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളത്തേക്കുള്ള വസ്തുവകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചുവല്ലോ. ഇനി ഇവിടെ ക്ഷാമം വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇനി ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും എന്നെ ബാധിക്കുകയില്ല. ഞാൻ എനിക്കുള്ളത് കരുതി വെച്ചു. എന്റെ ആശ്രയമായി ഞാൻ ഇതിനെ കണ്ടു. അവരെയാണ് കർത്താവ് വിളിച്ചത് മൂഢ, ഓ ഫൂൾ, വിഡ്ഢി എന്നാണ് വിളിച്ചത്. ഇന്നു രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എന്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പത്ത് ഞാൻ അല്പം മുമ്പ് ഓർപ്പിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരു വലിയ അപജയമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ പിതാക്കന്മാർ വളരെ ഞെരുക്കത്തിലൂടെയും വളരെ കഷ്ടത്തിലൂടെയും ജീവിച്ചവരാണ്. തലമുറകളായ നമ്മെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം ആദരിച്ചു. അതിൽ തെറ്റില്ല പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി. അവർ അനേക സ്ഥലങ്ങളിലേക്ക് പോയി നല്ല ജോലികളൊക്കെ നേടുവാനായിട്ട് ഇടയായി തീർന്നു. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ തെറ്റെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആ സമ്പത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ അതാണ് തെറ്റെന്ന് പറയുന്നത്. എനിക്ക് ആ സമ്പത്തുള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പെൻഷൻ ഉള്ളത് കൊണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ട്, എനിക്ക് കുറെ റബ്ബർ വെട്ടാനുള്ളത് കൊണ്ട്, എനിക്ക് മക്കൾ എല്ലാ മാസവും ശമ്പളം അയച്ചു തരും എന്നുള്ളത് കൊണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ഞാൻ സുരക്ഷിതനാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചെങ്കിൽ അത് ദ്രവ്യാഗ്രഹമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രം വെക്കേണ്ടതാണ്. ഇതോടുള്ള ബന്ധത്തിൽ വളരെ പരിചിതമായ വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാം. 30-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. ദാവീദിനെ കുറിച്ച് ഒരു നല്ല ഉദാഹരണം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 30-ാം സങ്കീർത്തനം 30-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം, Psalms 30:6, 30-6. ഞാൻ ഒരു നാളും കുരുങ്ങിപ്പോകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ ഒരു നാളും കുരുങ്ങിപ്പോകയില്ല. എപ്പോഴാ പറഞ്ഞത്? എന്റെ സുഖകാലത്ത്. ഈ സുഖകാലം എന്ന് പറയുന്നത് ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം അധികാരത്തിന്റെ അനന്തസീമയിൽ ചങ്കോല് പിടിച്ചുകൊണ്ട്, താൻ കിരീടം വെച്ചുകൊണ്ട് സൈന്യസമേതം അവിടെ എല്ലാവിധമായ പ്രൗഢിയോടും കൂടി വാണരുളിയിരുന്ന ആ കാലഘട്ടം, അതാണ് സുഖകാലം എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ കാലത്ത് ദാവീദ് എന്ന് പറഞ്ഞു, ഞാൻ ഒരു നാളും കുരുങ്ങിപ്പോകയില്ല, ഞാൻ ഒരു നാളും കുരുങ്ങിപ്പോകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ഈ 6ഉം 7ഉം വാക്യങ്ങൾ തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്, വലിയൊരു കാലദൈർഘ്യമുണ്ട്. 7-ാം വാക്യം നോക്കുക. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. എന്റെ കിരീടമല്ല എന്നെ നിലനിർത്തിയത്, എന്റെ ചങ്കോലല്ല എന്നെ നിലനിർത്തിയത്, എന്റെ അധികാര കസേരയല്ല എന്നെ നിലനിർത്തിയത്, എന്റെ സൈന്യ സമേതങ്ങളല്ല എന്നെ നിലനിർത്തിയത്, എന്റെ പദവികളല്ല എന്നെ നിലനിർത്തിയത്. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുവാറാക്കി. എന്റെ ദൈവം എന്നെ സഹായിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ പരാജയപ്പെട്ടു പോകുമായിരുന്നു. എന്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, സമ്പത്തിൽ ആശ്രയം വെക്കരുത്. പ്രൗഢികൾ ഉള്ളപ്പോൾ, സ്ഥാനമാനങ്ങളുള്ളപ്പോൾ, സാമ്പത്തികമായി ലഭ്യതയുള്ളപ്പോൾ അതിലാരും ആശ്രയം വെക്കരുത്, വെക്കരുത്, വെക്കരുത് എന്നുള്ള ഉജ്ജ്വലമായ ആഹ്വാനമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. ഭൗതിക നന്മകൾ ഉണ്ടാകുന്നത് തെറ്റല്ല, ന്യായമായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒന്നും തെറ്റല്ല. പക്ഷേ തെറ്റെന്ന് പറയുന്നത് അതിലാശ്രയം വെക്കുമ്പോഴാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എവിടെയാണ് നിക്ഷേപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതറിയുമ്പോൾ അറിയാം, ഞാൻ എന്റെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ 2 റൂമുകളിലാണ് പരിശോധന നടത്തിയത്. ഇനി 3-ാമത്തെ റൂമിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. 3-ാമത്തെ റൂമിലേക്ക്. അതിന് 24-ാം വാക്യം, 24-ാം വാക്യം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെ സേവിക്കും എന്നുള്ളതാണ് 3-ാമത്തെ റൂമിലെ പരിശോധന.
ഞാൻ ആരെയാണ് സേവിക്കുന്നത്? അതാണ് മൂന്നാമത്തെ റൂമിലെ പരിശോധന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് യജമാനൻ ദൈവത്തെയും മാമോനെയും, അത് മാമോൻ എന്ന് പറയുന്നത് ഒരു ഐശ്വര്യ ദേവത എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ ദൈവത്തെയും ലോകത്തെയും എന്നുള്ള ഒരു വീക്ഷണകോണിലാണ് ഇവിടെ നിന്നും ഈ ആശയത്തിൽ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ആരെയാണ് സേവിക്കുന്നത്? ഞാൻ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മളോട് ആരോടും ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ ഉത്തരം മാത്രമേ പറയുള്ളൂ, എന്റെ കർത്താവിനെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മളങ്ങനെ പറയുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ആ വ്യക്തിപരമായ വഴിത്താരുകളിലേക്ക് സസൂക്ഷ്മം ഇറങ്ങിച്ചെന്ന് പരിശോധിച്ചാൽ ഞാൻ ആരെയാണ് വാസ്തവമായി സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയാണ് സേവിക്കുന്നത്? എന്റെ കർത്താവിനെയാണോ, അതോ ലോകത്തെയാണോ, അതോ സമ്പത്തിനെയാണോ? ഞാൻ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? സ്വർഗത്തിൽ നിലനിൽക്കുന്നതിനെയാണോ ഞാൻ സ്നേഹിക്കുന്നത്, അതോ ഭൂമിയിൽ നശിച്ചു പോകുന്നതിനെയാണോ ഞാൻ സേവിക്കുന്നത്? ഒരു കാര്യം കൂടെ ഉറപ്പായിട്ട് പറയുന്നുണ്ട്, രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, ഒരുത്തനോട് പറ്റിച്ചേരും മറ്റവനെ നിരസിക്കും. പ്രിയപ്പെട്ടവരെ, രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആരെങ്കിലും ലോകത്തെ സ്നേഹിക്കുന്നവരായിട്ടുണ്ടോ? ലോകത്തിന്റെ കാലഗതികളെ സ്നേഹിക്കുന്നവരായിട്ടുണ്ടോ? ലോകത്തിന്റെ ഇമ്പങ്ങളെ സ്നേഹിക്കുന്നവരായിട്ടുണ്ടോ? ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങളെ സ്നേഹിക്കുന്നവരായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് നാം അകന്നു പോകുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലയോ. അടുത്തത്, ഒരുത്തൻ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് ചെന്ന് പറയുമൊന്നും വേണ്ട, ദൈവമേ ഇത്രയും നാള് ഞാൻ അങ്ങയെ സ്നേഹിച്ചു, സേവിച്ചു, ജീവിച്ചു, എന്നാൽ ഇനി കുറെ നാളത്തേക്ക് ഞാൻ അങ്ങയുമായിട്ടൊരു അകലം പാലിക്കാനായിട്ട് പോവുകയാണ്, അങ്ങനെ പറയുമൊന്നും വേണ്ട. നാം ലോകത്തെ സ്നേഹിച്ചാൽ അപ്പോൾ തന്നെ ദൈവത്തിന് ശത്രുവായി തീരുകയാണ്. ഒരു വ്യക്തി പടിഞ്ഞാറിനോട് അടുക്കുന്നു എന്ന് പറയുന്തോറും കിഴക്കിനോട് അകലുന്നു എന്നതുപോലെ ഒരാൾ ലോകത്തോട് അടുക്കുന്തോറും ദൈവത്തോട് അകലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയാണ് സേവിക്കുന്നത്? കർത്താവിനോടുള്ള ബഹുമാനം നമുക്ക് എങ്ങനെയുണ്ട്? വേർപാടിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്? ലോകത്തിന്റെ പറ്റുമാനം കൂടുതലായി വേർപാട് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വേർപാട് ജീവിതം നമുക്ക് മുറുകെ പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കർത്താവേ, എനിക്ക് അങ്ങ് മാത്രം മതി, അങ്ങയുടെ വചനം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് അടുത്ത വർഷം ആയുസ് തരുന്നെങ്കിൽ ധീരതയോടെ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ ബഹുമാന്യ ദൈവജനമേ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ആരെയാണ് സേവിക്കുന്നത്? വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. മൂന്നാമത്തെ റൂമിലെ ടെസ്റ്റാണ് നമ്മളോട് കണ്ടത്. നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ, കേടുള്ള കണ്ണാണോ? നമ്മൾ തന്നെയാണ് പരിശോധന പരിപൂർണമായ ആ വിധി പറയേണ്ടത്. നമ്മളാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. എന്റെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ, കേടുള്ള കണ്ണാണോ? നാലാമത്തെ റൂമിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. 25-ാം വാക്യം, ഞാൻ വിചാരപ്പെടുന്ന വ്യക്തിയാണോ? ഞാൻ വിചാരപ്പെടുന്ന വ്യക്തിയാണോ? അതുകൊണ്ട് എന്ത് തിന്നുമെന്ന് കുടിക്കും, എന്നുടുക്കും, എന്ന് ജീവനായിക്കൊണ്ടും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരപ്പെടുന്ന വ്യക്തിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിനു പോലും നമ്മൾ വിചാരപ്പെടരുതെന്നാണ് അതിന്റെ അർത്ഥം. അതിനുപോലും നമ്മൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വിചാരപ്പെടരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനങ്ങ് വിചാരപ്പെടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്റെ കണ്ണ് കേടുള്ള കണ്ണാണ്. നിശ്ചയമാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ആർക്കും വിചാരം ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഭാരം ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത്. ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിന്റെ ഭാരം എന്ത് ചെയ്യണം? യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ചെയ്യുക. അതാണ് നമ്മുടെ ഹൃദയദൃഷ്ടി നല്ലതാണെന്നുള്ളതിന്റെ തെളിവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കണ്ണ് കേടുള്ള കണ്ണാണ് എന്നാണ് ഓർപ്പിക്കുന്നത്. വിചാരപ്പെടരുത് എന്നാണ് പറയുന്നത്. ഈ വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് വിചാരപ്പെടരുത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കാം. നാം വിചാരപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനന്തമായ ആത്മീക നന്മകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. നാം വിചാരപ്പെടുകയാണെങ്കിൽ ഒരുപാട് ആത്മീക നന്മകൾ നമുക്ക് നഷ്ടമായി പോകും. നോക്കി, അതിന്റെ
5-ാം വാക്യത്തിന്റെ ഏറ്റവും അവസാന ഭാഗം, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി വിചാരപ്പെടുകയാണ്. ആഹാരത്തിന് വേണ്ടി വിചാരപ്പെടുക. നമുക്കറിയാം, ആഹാരത്തിന് വേണ്ടി എന്ന് വിചാരപ്പെടുക ഒരാവശ്യമില്ല. വേറെ ആശയം നമ്മൾ എടുത്താൽ മതി. ആഹാരത്തിന് വേണ്ടി വിചാരപ്പെട്ട് ഈ ആഹാരം എന്തിനു വേണ്ടിയാ? ജീവൻ നിലനിർത്താൻ വേണ്ടിയല്ലേ? നോക്കിയേ, ആഹാരത്തിന് വേണ്ടി വിചാരപ്പെട്ട് ജീവൻ നഷ്ടമാക്കി കളയുകയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി ആഹാരത്തിന് വേണ്ടി വിചാരപ്പെടുന്നത്, അങ്ങനെ വിചാരപ്പെട്ട് ജീവൻ നഷ്ടമാക്കി കളയുകയാണ്. അടുത്തത്, ഉടുപ്പിന് വേണ്ടി വിചാരപ്പെടുകയാണ്. ആകട്ടെ, ഉടുപ്പ് എന്തിനു വേണ്ടിയാണ്? ശരീരത്തിൽ ധരിക്കാനായിട്ടാണ്, ശരീരത്തെ മെച്ചമാക്കി കൊണ്ടുപോകാനാണ്. ഉടുപ്പിന് വേണ്ടി വിചാരപ്പെട്ട് ശരീരം നഷ്ടമാക്കി കളയുകയാണ്. അയ്യോ പ്രിയപ്പെട്ടവരെ, വലിയ ആത്മീക പരാജയമാണ് വിചാരപ്പെടുന്നത് പോലെ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിചാരപ്പെടാതെ നമ്മുടെ ഭാരം മുഴുവനും ദൈവപുത്രന്റെ ആ പവിത്ര പാദങ്ങളിൽ ഇറക്കി വെച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. 26-ാം വാക്യത്തില് വേറൊരു പദപ്രയോഗമാണ് ഞാൻ പറയുന്നു. എന്താ? എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ. നമുക്കൊരു പിതാവുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ 5, 6, 7 ഒക്കെ മക്കളുണ്ടെങ്കിൽ അവരോടൊക്കെ വ്യത്യസ്തമായ മനോഭാവങ്ങൾ ഒരു പക്ഷെ കാണിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ ഒരു വ്യത്യസ്തത കാണിക്കുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടതുപോലെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് തന്ന ആ ദൈവപുത്രൻ, പ്രിയപ്പെട്ടവരെ, ആ പിതാവ് നമ്മളെ പുലർത്തുന്നവനാണ്. ആ പിതാവ് നമ്മളെ നടത്തുന്നവനാണ്. നമുക്കറിയാം, ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ കരുതലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കരുതലാണ്, സംരക്ഷണമാണ്. ആ പിതാവ് നമ്മളെ കരുതുന്നവനാണ്. ഒരുപക്ഷെ എന്നെ കരുതുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, എനിക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ആരുമില്ല എന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരപ്പെടുന്നുണ്ടാകാം. സാരമില്ല പ്രിയപ്പെട്ടവരെ, ആ വിചാരങ്ങൾ നമുക്ക് ദൈവപുത്രന്റെ മേൽ ഫലമേൽപ്പിക്കാം. അവൻ നമ്മെ കരുതുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിങ്കൽ നമുക്ക് എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സമാധാനത്തോട് നമുക്ക് ജീവിക്കാം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ വേഗത്തിൽ ഉപസംഹരിക്കട്ടെ. എനിക്ക് അനുവദിച്ച സമയത്തിന് 5 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ നിർത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ കണ്ടത്, നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? പ്രിയപ്പെട്ടവരെ, കേടുള്ള കണ്ണും കൊണ്ട് ഇനി മുന്നോട്ടധികം പോകരുത്. ഭൗതികമായ ജീവിതത്തെക്കാൾ ഒരുപാട് വലിയ പ്രാധാന്യമുള്ളതാണ് ആത്മീകമായ ജീവിതം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഉള്ളിലെ കണ്ണിന്റെ കാഴ്ച വളരെ വർദ്ധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? നമ്മൾ വചനമാകുന്ന ഈ ഫയൽ തുറന്നിട്ട് ഓരോ റൂമുകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. 1-ാമത്തെ റൂമിൽ ഉള്ള പരിശോധന നമ്മുടെ മനോഭാവം എന്തായിരുന്നു. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ മനോഭാവം എന്താണ്, എന്റെ ചിന്ത എന്താണ്? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പറ്റാവുന്ന ഒരു പരാജയമാണത്. അത് സംഭവിക്കരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നിലപാട് വീഴുവാൻ ആവശ്യമുണ്ട് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്യുന്നത് എന്റെ കർത്താവിന് വേണ്ടി ആയിരിക്കണം. അവർക്കാണ് പ്രതിഫലം ഉണ്ടാകുന്നത്. നാം ഓടിയതും അധ്വാനിച്ചതൊന്നും വെറുതെ ആകരുത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ, ഒരുപാട് കൊടുത്തിട്ടില്ലേ, ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ? അയ്യോ, അവിടെ ചെല്ലുമ്പോൾ ഇതിനൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സങ്കടമായിരിക്കും. അത് വേണ്ട പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യാം. അവരോടുള്ള അദമ്യമായ സ്നേഹത്താൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ മുന്നോട്ട് ചെയ്യാം. നമ്മുടെ മനോഭാവത്തെ നമുക്ക് ക്രമീകരിക്കാം. നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? 2-ാമത്തെ റൂമിലെ പരിശോധന, ഞാൻ എവിടെ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒടുവിൽ 2-ാമത്തെ ആശയത്തിനൊടുവിൽ പറഞ്ഞ കാര്യം, എനിക്കുള്ള സമ്പത്തിൽ ഞാൻ ആശ്രയം വെക്കുന്ന വ്യക്തിയാണ്. എനിക്കതുള്ളത് കൊണ്ട് ഇതുള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അയ്യോ, ഒരിക്കലും വെക്കരുത്. ആശ്രയിപ്പാൻ ഒരുവൻ മാത്രം, ആശ്രയിക്കുവാൻ കൊള്ളാമെന്നവൻ ഒരുവൻ മാത്രം, ആശ്രയനായ യേശു മാത്രം, ആ ദൈവപുത്രൻ മാത്രം നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? ഞാൻ ആരെയാണ് സേവിക്കുന്നത്? ഞാൻ ഏറ്റവും അധികം മുൻഗണന കൊടുക്കുന്നത് ഏതിനാണ്? എന്റെ കർത്താവിനാണോ അതോ ലോകത്തിനാണോ? 4-ാമത്തെ റൂമിലെ പരിശോധന, ഞാൻ വിചാരപ്പെടുന്ന വ്യക്തിയാണ്. എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ നടുവിൽ ഞാൻ വിചാരപ്പെടുന്ന വ്യക്തിയാണ്. നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്നറിയാൻ ഇപ്പോൾ തന്നെ നമുക്ക് സാധിക്കും. ഞാൻ പകലിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, കേടുള്ള കണ്ണാണെങ്കിൽ അതിന് പരിഹാരം കാണാതെ പോകരുത്.
അതിനാണ് കർത്താവ് കൺവെൻഷൻ വെച്ചത്. അതിനാണ് ദൈവം നമ്മളെ വചനത്തിന്റെ കേൾവിയുടെ മുമ്പാകെ ഇരുത്തിയത്. അല്ലെങ്കിൽ നമുക്കും വേണമെങ്കിൽ തിരുവത്താഴം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷെ ദൈവം നമ്മളെ ഇരുത്തിയത് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് എങ്ങനെയുള്ള കണ്ണാണ്? കണ്ണ് കേടുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും എല്ലാം ഒരു തെറ്റായ ചിന്താഗതിയായിരിക്കും. നമുക്കറിയാം, ചില ആളുകളൊക്കെ എന്തിനും വിരോധ പ്രതിഭാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവരുടെ കണ്ണ് കേടുള്ള കണ്ണാണ്. ബഹുമാനി ദൈവജനമേ, നമുക്കങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കണ്ണ് ക്ലിയർ ആയിട്ട് കാണുന്ന കണ്ണായിരിക്കും. ലവോദിക്ക സഭയോട് കർത്താവ് പറയാ, എന്താ നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപം ഞാൻ നിനക്ക് തരാം. നിന്റെ കാഴ്ച കുറഞ്ഞു പോയിരിക്കുകയാണ് അല്ലേ? പക്ഷെ കണ്ണിൽ എഴുതുവാൻ ഞാൻ ലേപം തരാം. അത് എങ്ങനെ തരാന്ന് പറഞ്ഞതൊക്കെ എന്നോട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട്. രക്ഷയൊന്നും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ആത്മീക നന്മകൾ നമ്മൾ നേടണമെങ്കിൽ ചില വിലകൾ അതിനായിട്ട്, ത്യാഗങ്ങൾ അതിനായിട്ട് സഹിച്ച മതിയാണ്. വിലയ്ക്ക് വാങ്ങുക. എന്താണ് ആ വില എന്ന് പറയുന്നത്? എന്തെങ്കിലും സ്തോത്ര കാഴ്ച ഇടുന്നതാണോ? ഏതെങ്കിലും കൂട്ടായ്മ കൊടുക്കുന്നതാണോ? അതല്ല വിലയെന്ന് പറയുന്നത്. എന്താണ് ആ വില എന്ന് പറയുന്നത്? ദൈവപുത്ര, ഞാൻ എന്റെ കുറവുകൾ ഏറ്റുപറയാൻ മനസ്സുള്ളവനാണ്. എനിക്ക് കുറവുണ്ടെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറവാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന കർത്താവേ, അങ്ങയുടെ വചനത്താൽ എനിക്കത് ബോധ്യമായ കർത്താവേ, ഞാനത് തിരുത്തുവാൻ ഇന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കർത്താവേ, ഞാൻ എവിടെയാണ് പരിഹാരം നേടേണ്ടത്? ഞാൻ എന്തൊക്കെയാണ് തിരുത്തേണ്ടത്? ഞാൻ എവിടെയൊക്കെയാണ് കുറവുകൾ പരിഹരിക്കേണ്ടത്? ഞാൻ അതിന് തയ്യാറാണ് കർത്താവേ. ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ പതിപ്പിക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ എന്നെ തന്നെ കുറച്ചുകൂടി വിധേയപ്പെടുത്തണം, ദൈവപുത്ര ഞാനതിന് തയ്യാറാണെന്ന് പറയണം. അതാണ് വിലയെന്ന് പറയുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ നസ്രയത്തുകാരന് വില ആവശ്യമായിട്ടുള്ളത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്കറിയാം. പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ഇന്ന് രാവിലെ കേട്ട ഈ ലളിതമായ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. 2024 നമ്മെ വിട്ട് എന്നേക്കുമായി പോയി മറയുമ്പോൾ ഒരു പുതിയ വർഷം നമ്മുടെ കൺമുമ്പിൽ വന്നു നിൽക്കുകയാണ്. ദൈവം നമ്മളെ ഇത്രയും നടത്തിയില്ലേ? മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ കർത്താവേ, ഞാനിങ്ങനെ ഓരോ ദിവസവും എൻ്റെ പ്രായത്തോട് ഓരോ ദിവസവും കൂട്ടി മുന്നോട്ട് പോയാൽ മാത്രം മതിയോ? എനിക്ക് ജീവിതത്തിൽ ദൈവത്തിന്റെ ആ പ്രമാണങ്ങൾ പാലിച്ച് കർത്താവിന്റെ ഹിതം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടവരല്ലേ? പ്രിയപ്പെട്ടവരെ, കർത്താവിന് അതിന് നമ്മെ ആവശ്യമുണ്ട്. എന്റെ കർത്താവേ, എന്റെ കണ്ണ് ചുവള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ അതിന് നമുക്ക് അനായാസേന നമുക്കതിന് മറുപടി കണ്ടെത്താൻ കഴിയും. നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയുണ്ടായിരുന്നു? ഈ ഡിസംബർ മാസം നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ അങ്ങയുടെ വഴികളിൽ വിശ്വസ്തരായി ജീവിക്കാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, ഞാനതിന് തയ്യാറാണ്. എനിക്ക് കണ്ണിൽ എഴുതുവാൻ ലേപം കൊടുത്തു തരണമേ കർത്താവ്. ഞാനതിന് വില തരാൻ എനിക്ക് തയ്യാറാണ് കർത്താവ്. ആദ്യമേ സമ്മതിക്കേണ്ടത് എന്റെ കണ്ണിന് കാഴ്ച കുറവുണ്ട്, എന്റെ കണ്ണ് കേടുള്ള കണ്ണാണെന്ന് സമ്മതിക്കണം എന്നുള്ളതാണ്. അത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ കർത്താവ് പറയുന്നു, വരുവിൻ, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കാം. ആ പിന്മാറ്റമുണ്ടെന്ന്, കുറവുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ കർത്താവ് സൗഖ്യം തരികയുള്ളൂ. ആ ലേപം നമ്മൾ വാങ്ങണം, അത് നമ്മൾ ഉപയോഗിക്കണം. കർത്താവെ, ഞാൻ എവിടെയാണ് പരിഹരിക്കേണ്ടത്? ഞാൻ ഏത് ത്യാഗവും അതിനുവേണ്ടി സഹിക്കാൻ കർത്താവ്, ഏത് വിട്ടുവീഴ്ചയും ഞാൻ അതിനുവേണ്ടി ചെയ്യാൻ കർത്താവ്, എന്നെ തന്നെ അതിനുവേണ്ടി ഞാൻ സമ്പൂർണമായി സമർപ്പിക്കാൻ കർത്താവ്. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ചില ജീവിതങ്ങളെയാണ് ദൈവം ഈ ഹോളിൽ അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവെ, എനിക്കത് വേണം കർത്താവ്. എനിക്ക് കണ്ണിന് കാഴ്ച വേണം കർത്താവ്. എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം കർത്താവ്. എന്നെ അതിനു വേണ്ടി സഹായിക്കണമേ. എനിക്കതിന് കൃപ തരണമേ കർത്താവെ. നമുക്കത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ശരീരത്തിന് വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്നുകൂടി പരിശോധിച്ച് ഈ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. അവിടുത്തെ പൊന്നുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
സ്വർഗസ്നായ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഞങ്ങൾക്ക് ചെമ്മന്തൂർ സഭയുടെ ആഭിമുഖ്യത്തിൽ അനുഗ്രഹീതമായ സുവിശേഷ യോഗം നടത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എല്ലാവിധ അവസരങ്ങളും സഹവാസങ്ങളും ഞങ്ങൾക്ക് തന്ന് അവൻ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ ദാസന്മാരായ ചുവന്നുകൊണ്ടും സഹോദരൻ PG ജെയിംസും ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകി ധാരാളമായി അവർ അനുഗ്രഹിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവസാനത്തെ ദിവസമായ 10 ദിവസം കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി തിരുസന്നിധിയിലായിരിക്കാനായിട്ട് ഞങ്ങളെ അവിടെ നിരയാക്കി നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്തൃമേശയ്ക്ക് ശേഷം ഞങ്ങൾക്ക് തിരുവഴുത്തിൽ നിന്നും അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനായിട്ട് ഞങ്ങളെ അവിടെ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസനിലൂടെ കേൾപ്പിച്ച വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നും ഞങ്ങളുടെ കണ്ണിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നും അതിലൂടെ ഞങ്ങൾ ജീവന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണോ എന്ന് ഉള്ള ഒരു വിചിന്തനം ചെയ്യുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൽ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അവർ ഈ നിത്യ പ്രകാശത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കർത്താവെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പാപത്തിന് അതീതരായി തീരുവാനായിട്ട് കണ്ണ് അതിനെ പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്ന പോലെ കണ്ണുകൊണ്ട് മോഹം ജനിപ്പിച്ച് മോഹം ഗർഭം ധരിപ്പിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന് തിരുവഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ലോകത്തിൽ പാപികളായിട്ട് ജീവിക്കുവാനായിട്ട് മുഖാന്തരമായി തീരുന്നത് കണ്ണാണ്. യോബ് എന്റെ പുസ്തകത്തിൽ യോബ് പറയുന്നത് ഇങ്ങനെ ഉണ്ടല്ലോ, കണ്ണുമായിട്ട് ഞാനൊരു ഉടമ്പടി ചെയ്തു, ഇനി അരുതാത്തത് കാണുവാനായിട്ട് ഇടയാകാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും ഇടയാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ 2024 പലവിധമായ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടത്തിലും ജീവിതത്തിൽ കടന്നു പോകാനായിട്ട് ഇടയായി. എന്നാൽ പുതിയൊരു വർഷത്തിലേക്ക് 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ കടക്കുകയാണ്. പുതിയ വർഷം ജീവിതങ്ങളെ ഏറ്റവും അത്യധികമായി ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിപ്പാൻ തക്കൊണ്ട് ദൈവം എല്ലാവർക്കും ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്തര സ്ഥലം സഭകളിൽ നിന്ന് കടന്നു വന്നവരെയും ഞങ്ങൾ ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേക ഈ കൺവെൻഷനുകളുടെ ബന്ധത്തിൽ അനേക പ്രവൃത്തികൾ ശുശ്രൂഷകൾ ചെയ്ത ദേവദാസന്മാർ ഒക്കെ ഇവിടെയുണ്ട്. അവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു. അനുഗ്രഹമായ ദൈവവചനം കേട്ട് ഞങ്ങൾക്ക് തൃപ്തരായി തീരുവാനായിട്ട് അവർ നിരയാക്കി ദേവദാസന്മാരെ ദൈവവചനം സമർപ്പിക്കുകയാണ്. അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരുവാൻ ദൈവജനത്തിന് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് സന്തോഷസൂചകമായി ചെമ്മന്തൂർ സഭ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ശുദ്ധീകരിച്ചേണ്ടത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കഴിച്ച് സംതൃപ്തരായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പുതിയ വർഷത്തിന്റെ തീരുമാനങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു ജീവിതം ആർക്കെങ്കിലും ഇടയായിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ പുതിയ തീരുമാനങ്ങളോടെ പ്രകാശിതമായ ആന്തരിക പ്രകാശത്തിൽ ജീവിക്കുന്നവരായി ക്രിസ്തുവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും കർത്താവിന്റെ നാമഹത്വത്തിനായിട്ട് പ്രകാശമുള്ള